സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ നമ്മൾ. നിങ്ങളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ ഞാൻ കാമല്ലാതാവണ്ടുള്ളൂ. ഇതാണ് കാരണം. ഞാൻ കാണുമ്പോൾ സാറ് റോസ്റ്റ് ചെയ്യും. ആരാണോ ഓപ്പോസിറ്റ് ആണെന്നല്ല, സാറ് പറയാനുള്ളത് വെട്ടി തുറന്ന് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ സാറ് പറഞ്ഞിരിക്കും. അത് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ. പണ്ടൊക്കെ ഈ കോളേജ് പ്രിന്റിംഗ് മാഗസീൻസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം കൊണ്ട്, അച്ഛനറിയാതെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു ഇൻകം കൊണ്ട് തുടങ്ങിയ യാത്രകൾ ഇന്ന് ലോകം മൊത്തം എത്തി നിൽക്കുകയാണ്. അന്നെടുത്ത ഒരു സ്ട്രഗിൾസ് ആണോ സാർ ഇത്രയും സ്ട്രോങ്ങർ ആക്കി സാറിനെ മാറ്റിയത്? നമ്മൾ പറയാറുണ്ട് ഈ തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് വാടില്ല എന്ന്. അതാണോ സാർ യഥാർത്ഥ റീസൺ? ആ നമ്മുടെ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കും. ഇപ്പം ഞാൻ വളർന്നത് ഒരു നഗരത്തിലല്ല, ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെ 2 കിലോമീറ്റർ നടന്ന് ഒരു മല കയറി ഇറങ്ങി സ്കൂളിൽ പോകേണ്ട അവിടുന്ന് തുടങ്ങി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ 2 ടെലിവിഷനിൽ അല്ലെങ്കിൽ ലോകയാത്ര നടത്തി ഒരു ടെലിവിഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അക്കാലത്തെ 90കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 90കളിലൊന്നും ഒരു വീട്ടുകാരും ഒരു മാതാപിതാക്കളും അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശ്വാസം തരുകയോ ഇല്ല, അല്ലേ? നാട്ടുകാർ വിശ്വസിക്കുമോ? അന്നത്തെ കാലത്ത് ലോകയാത്ര നടത്തി ഞാൻ ടെലിവിഷൻ പരിപാടി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മളിതെല്ലാം തെളിയിച്ചു കൊടുക്കണം. തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. അതിൽ ഒരു പട്ടണത്തിലായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതുന്നില്ല. കാരണം എന്തറിയോ, ഈ ഗ്രാമത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ ലോകയാത്ര നടത്തുകയാണെന്നും സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ പോവാണെന്നും ഒക്കെ നാട്ടുകാർക്ക് എല്ലാം അറിയാം. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രണയങ്ങൾ പോലെയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ പ്രണയത്തിൽ നിന്ന് 2 പേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ അതിലേക്ക് പെടുവല്ലേ? നാട്ടുകാർ ചോദിക്കും എന്തായി. എന്നേക്കാൾ അത്യാവശ്യം നാട്ടുകാർക്കായി മാറി അവസാനം. എൻ്റെ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, ഭാര്യ വീട്ടുകാർക്കൊക്കെ ഇതൊരു കളിയാക്കാനും നമ്മളെ പരിഹസിക്കാനും ഒക്കെയുള്ളൊരു അവസരമായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുമ്പോൾ നമ്മൾ തന്നെ എന്തു വന്നാലും ഇത് നേടിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശിയിലെത്തുമല്ലോ. ഞാനൊരു നഗരത്തിലാണെങ്കിൽ ആരും എന്നെ മൈൻഡ് ചെയ്യില്ലല്ലോ. അയലോക്കത്ത് എന്ത് നടക്കുന്നു, അവൻ എവിടെ പോകുന്നു, ആർക്കും മൈൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ ഗുണമാണ് ഈ സഞ്ചാരമോ അല്ലെങ്കിൽ എൻ്റെ ഈ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാൻ കാര്യം. ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് 2 പ്രണയങ്ങൾ സാറിനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? ആ 2 പ്രണയങ്ങളെ സാർ സ്വന്തമാക്കുകയും ചെയ്തു. സത്യമാണോ അല്ലയോ? അല്ല, വിവാഹത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേ വിശ്വസിക്കുന്നുള്ളൂ. വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താണ് സാർ? വിവാഹം കഴിഞ്ഞ് സാർ, ഞാൻ കല്യാണം കഴിച്ചിട്ട് 4.5 വർഷമായി. അപ്പം വിവാഹം കഴിഞ്ഞിട്ട് പ്രണയം അവസാനിക്കുന്നു എന്നാണോ സാർ പറയുന്നത്? അല്ല, ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ പ്രണയമെന്നല്ല അതിന് പറയുക, അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ മലയാളത്തിൽ കൃത്യമായിട്ട്. അപ്പോൾ അത് വളരെ സ്പെസിഫിക്കാണ്. വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർ തമ്മിൽ വിവാഹേതരമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടക്കുന്ന ഒരു സ്നേഹത്തിനാണ് ഇത് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞാൽ അത് സ്നേഹമായിട്ട് മാറും, കരുതലായിട്ട് മാറും, പാർട്ട്ണർഷിപ്പായിട്ട് മാറും. അത് കഴിഞ്ഞ് പിന്നെ പ്രേമിക്കാൻ പോകരുത്, അല്ലെ പ്രണയിക്കാൻ പോകരുത്. പ്രണയം എന്ന് പറയുന്നത് അത് കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് ശേഷം ഞാൻ പ്രണയിക്കാൻ ശ്രമിച്ചിട്ടില്ല. വിവാഹത്തിന് മുമ്പ് നല്ല തീവ്രമായിട്ട് പ്രണയിച്ചിരുന്നു. 2 പ്രണയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ സാറ്? 2 എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഈ മീഡിയയോടുള്ള പാഷൻ വലിയൊരു പ്രണയമായിരുന്നു. കാരണം എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ മുതലുള്ള എൻ്റെ സ്വപ്നമാണ് ടെലിവിഷൻ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ. ടെലിവിഷൻ സ്പെസിഫിക്, അന്ന് ടെലിവിഷൻ എനിക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളൂ. ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലുള്ള യൂട്യൂബ് പോലുള്ള മീഡിയകളൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത കാലമല്ലേ. അപ്പോൾ അന്ന് ടെലിവിഷനാണ് എനിക്ക് അപ്രോച്ചബിൾ. സിനിമയൊന്നും നമുക്ക് അപ്രോച്ചബിൾ അല്ല. തന്നെയുമല്ല, സിനിമയേക്കാൾ അന്ന് എല്ലാ വീട്ടിലേക്കും എത്തുന്ന ഒരു മീഡിയം ടെലിവിഷനാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു പാഷനായിരുന്നു. അത് കഴിഞ്ഞാണ് ജീവിത സഖിയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനോടകം തന്നെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ കൈമുതലാക്കിയ ഒരാൾ കൂടിയായിരുന്നു സാർ. പക്ഷെ ചേച്ചീനെ കണ്ടപ്പോൾ മാത്രമാണ് ഇതാണ് ഇനി എൻ്റെ ജീവിതം, ഇവളാണ് ഇനി എൻ്റെ ബാക്കി, ദ ബെറ്റർ ഹാഫ് ഇവളാണ് എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും ചേച്ചിയുടെ? അല്ല, അങ്ങനെ ഒരു ദിവസം അങ്ങ് തോന്നിയതല്ല. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ഡിഗ്രിക്ക് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു കോളേജിലായിരുന്നു. അപ്പോൾ 3 വർഷം ഒരു ക്ലാസ്സിലിരിക്കുകയല്ലേ. അപ്പോൾ ആദ്യം പയ്യെ 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 തോന്നി എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം, അതിന് ചേർന്ന് എൻ്റെ കൂടെ പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഞാൻ വളരെ പ്രായോഗികമായിട്ട് തന്നെ ചിന്തിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വലിയ വിപ്ലവമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒത്തിരി ആളുകളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ ഒക്കെ അധികം വേദനിപ്പിക്കാതെ ഒക്കെ ആയിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനൊന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഒരു സ്വാർത്ഥമായ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ചുറ്റുമുള്ളവരെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് ഒരു കല്യാണം കഴിക്കുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരുമായിരിക്കാം. പക്ഷേ അത് കഴിയുമെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലല്ലോ.
നമ്മുടെ ചുറ്റുമുള്ളവരുടേതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കറക്റ്റ്. നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പക്വതയോടെ ചിന്തിക്കുകയും വേണം. അങ്ങനെ ചിന്തിക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നി ഈ പെൺകുട്ടി ഞാനുമായിട്ട് ചേർന്ന് പോകാൻ സാധ്യതയുള്ള, പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെയാണല്ലോ വളരെ ഭ്രാന്തമായ ആശയങ്ങളും ചിന്തകളും അഭിനിവേശങ്ങളും ജീവിത വീക്ഷണങ്ങളും ഒക്കെയാണ്. അവിടെ എല്ലാവർക്കും ഒന്നും എൻ്റെ കൂടെ ഒത്തുചേർന്ന് പോകാനും പറ്റില്ല. അതെ. ലേബർ ഇന്ത്യ ഹെറിറ്റേജ് ടൂറിസം രംഗത്തെ പോണ്ട് ഷോർ റിസോർട്ട്സ്, ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നിവയാണ് അദ്ദേഹം നയിക്കുന്ന സംരംഭങ്ങൾ. UK ആസ്ഥാനമായിട്ടുള്ള വെർജിൻ ഗാലക്ട് കമ്പനിയുടെ ബഹിരാകാശ വിനോദയാത്ര പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ ആളാണ്. 140ലേറെ രാജ്യങ്ങളിലൂടെ തനിയെ സഞ്ചരിച്ച് ഷൂട്ട് ചെയ്ത് നിർമ്മിച്ച സഞ്ചാരം എന്ന ദൃശ്യ യാത്രാ വിവരണ പരിപാടി അവതരിപ്പിക്കുന്നു. കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. സഞ്ചാരത്തിലൂടെയാണ് അദ്ദേഹം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് കയറി വന്നത്. വളരെ ലളിതമായ എല്ലാ കാര്യങ്ങളും, ഓരോ യാത്രാ വിവരണങ്ങളും പറഞ്ഞു തരുന്ന അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് സ്വന്തമായ വീക്ഷണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പാരന്റിങ്ങിനെ പറ്റിയാണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള പാരന്റിങ് രീതി തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല സെക്സിനെ പറ്റിയും, കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാകണം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.